പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. സർവാധിപനും സർവശക്തനുമായ കർത്താവേ, ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയിലായിരിക്കുന്ന, നോമ്പ് നോക്കി ത്യാഗം ചെയ്ത് പശ്ചാത്തപിച്ച് അനുതാപത്തോടെ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലായിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട എല്ലാ മക്കളെയും അനുഗ്രഹിച്ച് ആശീർവദിച്ച് അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. ഈശോയെ, അങ്ങ് ഞങ്ങളുടെ കൂടെ വസിക്കുന്ന കർത്താവാണ്. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന സർവാധിപനും സർവശക്തനും അത്യുന്നതനുമായ കർത്താവാണ്. അങ്ങേക്ക് അസാധ്യമായി യാതൊന്നുമില്ല. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളുടെ കൂടെ വേണം. പുറപ്പാട് 14:14 അങ്ങ് പറഞ്ഞില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. ഈശോയെ, ഒത്തിരിയേറെ ശത്രുക്കള്, എതിർ പ്രാർത്ഥനകള്, നാശമാഗ്രഹിക്കുന്ന ദുരാത്മാക്കള്, കാവൽ ദൂതന്മാര്, ദേശത്തിന്റെ അരൂപികള് ഞങ്ങൾക്കെതിരെ അതിശക്തമായിട്ട് പ്രവർത്തിക്കുമ്പോ അങ്ങ് പറഞ്ഞില്ലേ, ഞങ്ങൾ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കി നടക്കുമ്പോ കർത്താവേ, അങ്ങയുടെ സംരക്ഷണം ഞങ്ങൾക്ക് വേണം. മാലാഖമാരെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അയച്ചു തരണം. സ്വർഗത്തിന്റെ സഹായം എപ്പോഴും അങ്ങയുടെ മക്കളായി ഞങ്ങൾക്ക് നീട്ടിത്തരണം. ദിവ്യകാരുണ്യത്തിന്റെ അപരിമേയമായ സർവശക്തിയും സർവാധിപത്യവും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും ഈശോയെ പ്രകടമാക്കണമേ. അതിനുവേണ്ടിയാണല്ലോ ഈശോയെ അങ്ങ് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്നത്. ഇമ്മാനുവലായി കൂടെ വസിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിച്ച് അങ്ങയുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഇവരുടെ കുടുംബങ്ങള്, ഇവരുടെ വേദനകള്, ഇവരുടെ അടിമത്തങ്ങള്, ഇവരുടെ മേലുള്ള ചില പൈശാചിക അധികാരങ്ങള്, ചില അവകാശങ്ങള്, അറിഞ്ഞും അറിയാതെയും ഇവരെ തടസ്സപ്പെടുത്തുന്ന ദുരാത്മ ദുർഭൂതങ്ങള്, ഈശോ അതെല്ലാം അവിടുന്ന് എടുത്തു മാറ്റണമേ, നിർവീര്യമാക്കണമേ. അതിന്റെ ശക്തികളെ അവസാനിപ്പിക്കണമേ. കൊളോസ്യോസ് 2:15 ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയമാഘോഷിച്ചു. ആ വിജയമാണ് കർത്താവേ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവസാനിപ്പിച്ചുകൊണ്ട് കുരിശിൽ അവയുടെ മേൽ അങ്ങ് ആഘോഷിച്ച വിജയം ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഈ മക്കൾക്ക് ഓരോരുത്തർക്കും സ്വയം അനുഭവവേദ്യമാക്കി കൊടുക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് അങ്ങേ തിരുസന്നിധിയിലേക്ക്, അങ്ങേ തിരുഹൃദയത്തിലേക്ക് എല്ലാ മക്കളെയും കുടുംബങ്ങളെയും ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കരുണയായിരിക്കണമേ. കർത്താവേ, ശ്രവിക്കണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കണമേ. കർത്താവേ, കാണണമേ. കർത്താവേ, ക്ഷമിക്കണമേ. കർത്താവേ, കരുണ തോന്നണമേ. അങ്ങയുടെ മക്കളോട്, ഞങ്ങളുടെ പ്രിയപ്പെട്ട യുവമക്കളോട്, കുഞ്ഞുമക്കളോട്, ഞങ്ങളുടെ കുടുംബങ്ങളോട്, ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളോടും കർത്താവേ, കരുണ തോന്നണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെ ശ്രവിക്കണമേ. ഞങ്ങളെ അങ്ങ് അനുകമ്പയോടെ നോക്കണമേ. പ്രാർത്ഥിക്കുന്നു ഈശോയെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദാനിയേൽ ഉപവാസ പ്രാർത്ഥനയുടെ 14-ാം ദിനത്തില് ദിവ്യകാരുണ്യനാഥന്റെ തിരുസന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മെ അനുവദിച്ചിരിക്കുന്നതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയും. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു മേഖല നമ്മുടെ കുടുംബങ്ങളെ
നമ്മുടെ ജീവിതങ്ങൾ തടസ്സപ്പെടുത്തുന്ന വലിയൊരു മേഖലയാണ്. നമ്മൾ വസിക്കുന്ന ദേശത്ത് നടക്കുന്ന അല്ലെങ്കിൽ നടന്ന ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം, വച്ച് പൂജകള്, സർപ്പ ആരാധനകള്, പിശാചിനെ വിളിച്ചു വരുത്തി പിശാചിന് അവകാശം കൊടുത്ത് പിശാചിന് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്ന പ്രവൃത്തികൾ, അത് നമ്മയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മക്കളെയും നമ്മുടെ പല ജീവിത മേഖലകള്, ജോലി, പഠനം, ബിസിനസ്, കുടുംബജീവിതം, ഇതിനൊക്കെ സ്വാധീനിക്കുന്ന ചില ആധിപത്യങ്ങളാണ്, ചില അധികാരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അനേക മക്കള് കുടുംബജീവിതത്തില് പല പല അവസ്ഥകളെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള സാധനങ്ങൾ, അവസ്ഥകൾ അവിടെ നടക്കുന്നുണ്ട്. അത് ഹോമം നടന്നാൽ ഉടൻ ആ ദിവസങ്ങളിൽ ഈ ദേശം മുഴുവനും കുടുംബത്തിലൊക്കെ ഭയങ്കര അസ്വസ്ഥതയാണ്. ഇവിടെ മക്കളെ, അങ്ങനെ ഏതെങ്കിലും അരൂപികള് വിളിച്ചു വരുത്തപ്പെട്ട പിശാചിനെ വിളിച്ചു വരുത്തിയാൽ പിശാച് വരും. നമുക്കറിയാം, ഓജോ ബോർഡും മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോ ആ വീട്ടിലേക്ക്, ആ വ്യക്തിയിലേക്ക്, ആ ദേശത്തേക്കെന്ന പോലെ പൈശാചിക ശക്തി വിളിച്ച് വരികയാണ്, കടന്നു വരികയാണ്. പശ്ചാത്തല സേവ, കൂടോത്ത്, ഇതൊക്കെ വച്ച് പൂജകള്, അങ്ങനെ സംഭവം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ മക്കളെ, നമ്മുടെ കുടുംബത്തെ ഇതൊന്നും സ്വാധീനിക്കാൻ പാടില്ല. ആധിപത്യങ്ങൾ, അതിന്റെ അധികാരങ്ങള്, അതിന്റെ സ്വാധീനങ്ങള്, അതിന്റെ ശക്തികള് നമ്മയോ നമ്മുടെ കുടുംബങ്ങളെയോ നമ്മുടെ മക്കളെയോ സ്വാധീനിക്കാൻ പാടില്ല. നമ്മൾ അതിനു വേണ്ടിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. അതിന് ഏറ്റവും വലിയ അടിസ്ഥാനം കർത്താവ് നമ്മുടെ കൂടെ വേണം. ദിവസങ്ങളിലൊക്കെ അച്ഛൻ പറയുന്ന കാര്യമാണ്, ഇമ്മാനുവലായിട്ട് ഈശോ ക്രിസ്മസിന്റെ ചൈതന്യത്തില് നമ്മുടെ കൂടെ എന്നും വസിക്കും. ഞാൻ ഇന്നലെ ഇവിടെ ഒരു ക്ലാസ് എടുത്തപ്പോ ക്രിസ്മസിന്റെ സന്ദേശം മതിയില്ലേന്ന് ചോദിച്ചപ്പോ ഒരു അമ്മച്ചി പറഞ്ഞു, ക്രിസ്മസിന്റെ അന്നല്ലേ ക്രിസ്മസിന്റെ സന്ദേശം വേണ്ടേ? ഞാൻ പറഞ്ഞു, ക്രിസ്തുമസ് എന്ന് പറഞ്ഞാല് എന്നും ക്രിസ്തു നമ്മൾ ജനിക്കുന്ന എപ്പോഴാണോ അപ്പോഴാണ് ക്രിസ്മസ്, അല്ലാണ്ട് ഡിസംബർ 25 ഒന്നുമില്ല. അതുകൊണ്ട് ക്രിസ്തു നമ്മൾ ജനിക്കണം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞ, ക്രിസ്തു നിങ്ങളിൽ രൂപം കൊള്ളുന്നത് വരെ ഞാൻ ഈറ്റുന്നവൻ അനുഭവിക്കുന്നു. കർത്താവ് രൂപം കൊണ്ടാൽ ഒരു ശക്തിക്കോ ഒരു വ്യക്തിക്കോ ഒരു ആഭിചാര്യത്തിനോ ഒരു മന്ത്രവാദത്തിനോ ഒരു വശീകരണ യന്ത്രങ്ങൾക്കോ അതൊക്കെ പിന്നീട് പ്രാർത്ഥിക്കും, നമ്മെ സ്വാധീനിക്കാൻ പറ്റും. ദേശത്ത് പലതും നടക്കുന്നുണ്ട്, അടുത്തുള്ള വീടുകളിൽ പലതും നടക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സേവകളും പൂജകളും ശുദ്ധങ്ങളും ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മുടെ നാശത്തിന് വേണ്ടി തന്നെ ചെയ്യുന്നവരുണ്ട്. ഇതൊക്കെ ഓരോരോ തലങ്ങൾ. പക്ഷെ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നമ്മളത് ഉറപ്പിക്കണം. അതോടൊപ്പം തന്നെ സംരക്ഷണം നമുക്ക് വേണം. ശപിക്കപ്പെട്ട മണ്ണ്, ദുഷ്ടന്റെ ശക്തി വലിയപ്പെട്ടു പോയ ലോകം, അവിടെ കർത്താവ് നൽകുന്ന ഏറ്റവും വലിയ സംരക്ഷണമാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ. തന്റെ മക്കൾക്ക് ഈശോ നൽകുന്ന സംരക്ഷണം എവിടെയാണ്? ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില്. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. ഇന്നല്ല, എന്നും പ്രാർത്ഥിക്കണം. വിശുദ്ധ ഫൗസ്റ്റീന ദിവ്യകാനീശോ അടുക്കിലേക്ക് വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, ഒരു കോട്ടയുടെ ഉള്ളിൽ എന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില് എനിക്ക്, എൻ്റെ മക്കൾക്ക്, എൻ്റെ കുടുംബത്തിന് സംരക്ഷണം നൽകണമേ. പ്രിയപ്പെട്ടവരെ, ദേശത്തിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോ അതിന്റെ സ്വാധീനം അന്തരീക്ഷത്തിൽ പോലും വന്നു നിറയും. നമുക്ക്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കും ഈ കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ ഉള്ളിലെ സംരക്ഷണം വേണം. കർത്താവ് പൊതിഞ്ഞുപിടിക്കും, കർത്താവ് സംരക്ഷിക്കും. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഈശോയെ വിളിച്ചു കൊണ്ടുവരിക, മാതാവിന്റെ സാന്നിധ്യം, അത് ജപമാല, ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ ദൈവകൃപ നിറഞ്ഞ അമ്മ വീട്ടിലേക്ക് വരണം. കർത്താവ് കൂടെയുള്ള അമ്മ നമ്മുടെ വീട്ടിലേക്ക് വരണം. പിന്നെ മാലാഖമാരെ, വിശുദ്ധ മിഖായേൽ മാലാഖയോട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. ഇവിടെ മക്കളെ, അങ്ങനെ പോരാട്ടമാണ്. അച്ഛൻ പറഞ്ഞില്ലേ, പോരാട്ടത്തിലാണ്, ശ്രമിക്കാൻ സമയമില്ല. അതുകൊണ്ട് പ്രാർത്ഥന മുടക്കരുത്, സംരക്ഷണം ഉറപ്പിക്കണം, മാലാഖമാരെ വിളിച്ച് പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സംരക്ഷണത്തിൽ എന്നുമായിരിക്കും നമുക്ക് ഇടയാകണം. ഇന്ന് നമ്മള് നമ്മുടെ ദേശത്ത് നടന്നിട്ടുള്ള ഈ വക പൈശാചിക ആരാധനകൾ വെച്ച് പൂജകള്, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തികള്, പിശാചിനെ വെച്ച് ജീവിക്കുന്നവരുണ്ട്. ഞങ്ങളുടെ കാറൂരിലും ബ്രദറുണ്ട്. ശരിക്കും പിശാചിനെ വെച്ചാണ് അവൻ പ്രവർത്തിക്കുന്നത്. അനേകം പേര് കാണാനൊക്കെ വരുന്നുണ്ട്. അനേകം പേര് ഇവിടെ കാണാൻ വരുന്നുണ്ട്. മാതാവിനോട് ദേഷ്യം, വിശുദ്ധ കുർബാനയുടെ ബന്ധമില്ല. അവൻ തന്നെ വെള്ളം വെച്ചിരിക്കും, അവൻ വീടുകളിൽ ചെല്ലും, മാതാവ് രൂപങ്ങൾക്ക് അടിച്ചു പൊട്ടിക്കാൻ പറയും.
എന്റെ പൊന്നുമക്കളെ, അങ്ങനെ ഉള്ളവരായിരിക്കും. അവര് ശരിക്കും പിശാചിനെ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇവന്റെ അടുത്ത് പോയ ചെല്ലെങ്കിലും അച്ഛൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കുറെ പേര്. അവൻ കൊടുത്ത വെള്ളം ഉപയോഗിച്ചു, പിന്നീട് പിശാചിനെ ബന്ധിക്കപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട് ആകപ്പാടെ പ്രശ്നം. ദൈവം ചെയ്ത മക്കളെ, ഇങ്ങനെയുള്ളവരരികിലേക്ക് പോകരുത്. അവൻ കൗൺസിലിംഗ് ഒക്കെ പറയും. ഭാവി പ്രവചിക്കുന്ന ആത്മാവ് ബാധിച്ച പെൺകുട്ടിയെ പോലെ പിശാചിനെ ആവാഹിച്ചവർക്ക് പിശാചിന് ശക്തിയുണ്ട്. ഭാവി പറയും, ചിലപ്പോ രോഗശാന്തി കൊടുക്കും. ഇതൊന്നും കണ്ട് പോയാണ്ടല്ലോ, പിന്നെ ആ വ്യക്തിയെ, ആ കുടുംബത്തെ, അവന്റെ തലമുറയെ പിശാച് വശീകരിച്ച് സ്വന്തമാക്കുന്നു. ഇങ്ങനെ കുറെ മേഖലകളുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ സൂക്ഷിക്കാം, ഇങ്ങനെയുള്ള കൂട്ടായ്മകളെ സൂക്ഷിക്കാം, ഇങ്ങനെ ഉള്ളിടത്ത് ശുശ്രൂഷ ചെയ്യാൻ പോകുന്നവരെയും സൂക്ഷിക്കണം. ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് ഈ ദേശങ്ങളിലൊക്കെ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇങ്ങനെയുള്ള ഒരു പൈശാചിക ശക്തികളിൽ ചെന്ന് പെടാതിരിക്കുക, കർത്താവിനെ ആശ്രയിക്കുക. കുമ്പസാരം, വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം, പരിശുദ്ധ അമ്മ, ഇതൊന്നും ഇല്ലാത്ത ഒരു ആത്മീയത നമുക്ക് സംരക്ഷണം തരില്ല. അതെല്ലാം തന്നെ പൈശാചികമാണ്. പിശാചിന്റെ പിടിയിലേക്കും അധികാരത്തിലേക്കും ആധിപത്യത്തിലേക്കും നമ്മെ നമ്മുടെ കുടുംബത്തിൽ നയിക്കും. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിലേക്ക് തിരിഞ്ഞ് നമ്മുടെ ദേശത്ത് ഇതുപോലെ നടന്നുപോയ പ്രവൃത്തിയിൽ വന്ന പൈശാചിക ശക്തികളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കർത്താവിന്റെ കരുണയ്ക്ക് നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. ദിവ്യാലിശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ ദേശത്തെയോ ഞങ്ങളുടെ ബിസിനസ്, ജോലി, പൗരോഹിത്യം, ശുശ്രൂഷകളെയോ തടസ്സപ്പെടുത്തുന്ന ദേശത്തിൽ നടന്ന ആഭിചാര്യ മന്ത്രവാദ വിളിച്ചു വരുത്തി പിശാചിന് അധികാരം അവകാശം കൊടുത്തിയ ഇടപെടാൻ അനുമതി കൊടുത്ത ഏതെങ്കിലും സ്വാധീനങ്ങളോ ശക്തികളോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തില് ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. അതെല്ലാം വിട്ടുമാറി പോകട്ടെ എന്ന് അങ്ങയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ കുരിശുമാന ശക്തി, കൊളോസോസ് 2:15, ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവയെ കുരിശിൽ നിഷ്കാസനം ചെയ്തുകൊണ്ട് അവയുടെ മേൽ വിജയം ആഘോഷിച്ചു. ആ വിജയത്തിന്റെ ശക്തി ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും നിരായുധമാക്കിയ, പരാജയപ്പെടുത്തിയ ആ വലിയ ശക്തി ഇപ്പോൾ കർത്താവെ ഈ മക്കളിലേക്ക്, ഇവരുടെ കുടുംബങ്ങളിലേക്ക്, ഇവരുടെ മക്കളിലേക്ക്, ഇവരുടെ വീട്ടിലേക്ക്, ദേശത്തിലേക്ക്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലേക്കും കടന്നു ചെല്ലട്ടെ. ദൈവിക ശക്തി വ്യാപരിക്കട്ടെ. ദുഷ്ടൻ പരാജയപ്പെടുത്തട്ടെ. സാധാരണാധിപത്യങ്ങൾ പരാജയപ്പെടട്ടെ. അന്ധകാര ശക്തികൾ പരാജയപ്പെടട്ടെ. ഈ മക്കൾ തടസ്സപ്പെടുത്തുന്ന എല്ലാ ഈ തലത്തിലുള്ള രൂപികളും ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. വിശുദ്ധ മിഖായേൽ മാലാഖേ, ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ മക്കൾക്കും സംരക്ഷണം നൽകിക്കൊണ്ട് കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. മിഖായേൽ മാലാഖയുടെ സംരക്ഷണത്തിനായിട്ട്. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായി ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവനൊരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ ആചരണകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചുകെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവന് മേലിൽ ഒരിക്കലും ഞങ്ങളെയോ ഞങ്ങളുടെ മക്കളെയോ ഞങ്ങളുടെ കുടുംബത്തെയോ ഞങ്ങളുടെ ജീവിതത്തെയോ കീഴ്പ്പെടുത്താതിരിക്കട്ടെ, വഴിതെറ്റിക്കാതിരിക്കട്ടെ, നശിപ്പിക്കാതിരിക്കട്ടെ. ഞങ്ങൾ അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. വിശുദ്ധ ഗബ്രിയേൽ മാലാഖേ, റഫായേൽ മാലാഖേ, ഞങ്ങളുടെ കാവൽ മാലാഖമാരെ, ഞങ്ങളുടെ പേരിന് കാരണഭൂതരായ വിശുദ്ധരെ, സ്വർഗവാസികളെ, സ്വർഗനിവാസികളെ, പരിശുദ്ധ അമ്മയുടെയും യോസേഫ് പിതാവിന്റെയും സാന്നിധ്യ സംരക്ഷണത്തിലും നേതൃത്വത്തിലും ഞങ്ങളുടെ കുടുംബത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും കടന്നു വരണമേ. ദിവ്യാനുസരണത്തില് വലിയ അഭിഷേകത്തിന് കൃപയ്ക്കും വേണ്ടി
പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടുത്തെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് യാചിക്കാം. മക്കളെ, വ്യക്തിപരമായ പ്രാർത്ഥനകളൊക്കെ ഒന്ന് സമർപ്പിച്ചേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. എല്ലാ കൃപകൾക്കും വരങ്ങൾക്കും സ്വർഗത്തിന്റെ സംരക്ഷണത്തിനും പ്രത്യേകിച്ചും ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലെ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളുയർത്തി എല്ലാ മക്കളെയും സമർപ്പിച്ച് ആശീർവാദം സ്വീകരിച്ച് സംരക്ഷണം ഉറപ്പിച്ച മക്കളെ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്കും, ഞങ്ങളുടെ മക്കൾക്കും, ഞങ്ങളുടെ വീടിനും മണ്ണിനും ഞങ്ങൾക്കുള്ള സകലർക്കും സകലത്തിനും സംരക്ഷണം നൽകി ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളിൽ ഉറപ്പിക്കണമേ. ഈശോയെ,